Good morning, my dear students, and we are going to the next session of corporate governance and business ethics. And hope all of you are studying very well. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു അല്ലേ. അതായത് ബിഗ് സ്കാൻഡൽസ് ഇൻ കോർപ്പറേറ്റ് വേൾഡിലെ വലിയ സ്കാൻഡലുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. വലിയ വലിയ തകർച്ചകൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു ആശയം ഉടലെടുത്തതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ തേടിപ്പോയത് അല്ലേ. അതിൽ ഒരു 5-6 കമ്പനീസിൻ്റെ ഫെയിലിയേഴ്സിനെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട് അല്ലേ. അതിൽ ആദ്യത്തെ 2 കമ്പനീസിൻ്റെ കേസാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതും 2 അമേരിക്കൻ കമ്പനീസായിരുന്നു. അതിലൊന്ന് എൻറോൺ പൈപ്പ് ലൈൻ കമ്പനി എന്ന് പറയുന്ന കമ്പനി, അതോടൊപ്പം തന്നെ ലഹ്മാൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. ഈ 2 കമ്പനികളുടെയും തകർച്ച എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടായിരുന്നു ആ തകർച്ച നേരിടേണ്ടി വന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇന്ന് നമ്മൾ വീണ്ടും പുതിയ 2 കമ്പനികളായിട്ടാണ് നമ്മൾ വരുന്നത്. രണ്ടും അമേരിക്കൻ കമ്പനികൾ തന്നെയാണ്. അതായത് നമ്മുടെ വേൾഡ് എക്കണോമിയുടെ ഒരു ട്രെൻഡ്, അതിൻ്റെ ഒരു ഡയറക്ഷൻ നമ്മൾ പലപ്പോഴും അനലൈസ് ചെയ്യുന്നത് അമേരിക്കൻ എക്കണോമി നോക്കിയിട്ടാണ്. അമേരിക്കൻ എക്കണോമിയുടെ ഡെവലപ്മെൻറ്റും അമേരിക്കൻ എക്കണോമിയുടെ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ കറൻസി, ഇന്ത്യൻ കറൻസി കമ്പയർ ചെയ്ത് നോക്കുന്നത് അമേരിക്കൻ ഡോളറിനോടാണ്. എന്തുകൊണ്ടാണ് ആ ഒരു കമ്പാരിസൺ വരുന്നത്? ഇറ്റ്സ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഡെവലപ്ഡ് കൺട്രി അല്ലേ. അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ പല പ്രവർത്തനങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള പല ഇടപാടുകളും പലപ്പോഴും മറ്റു രാജ്യങ്ങളുടെ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നുവെന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. അതാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും അമേരിക്കയിലുണ്ടായ 2 വലിയ കമ്പനികളുടെ അധപതനത്തെക്കുറിച്ചിട്ടാണ് ഇനിയും ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഒന്ന് വേൾഡ് കോം എന്ന് പറയുന്നൊരു ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനിയും, രണ്ടാമത്തെ ടൈക്കോ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയുമാണ്. രണ്ടും വേൾഡ് ഫേമസ് ആയിട്ടുള്ള കമ്പനികളാണ്. എങ്കിലും അവിടെ ഉണ്ടായ എന്താണ് അവിടുത്തെ പ്രശ്നം, എന്തായിരുന്നു ഈ 2 കമ്പനികളിലും ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 2 കമ്പനികളുടെയും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഡയറക്ടർ ബോർഡിലുണ്ടായ ചില വിള്ളലുകളാണ്, ഡയറക്ടർ ബോർഡിലുണ്ടായ ചില പ്രശ്നങ്ങളാണ്. ചില ഡയറക്ടേഴ്സ് അമിതമായ ലാഭത്തിന് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് എന്നുള്ളതാണ് അവിടുത്തെ നമുക്ക് അതിൻ്റെ ഒരു ജിസ്റ്റായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അതാണ്. എങ്കിലും നമുക്കതിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം. 2 കമ്പനികളുടെയും എന്തായിരുന്നു അതിൻ്റെ തുടക്കം, എങ്ങനെയായിരുന്നു, ഏത് വർഷത്തിലായിരുന്നു അതിൻ്റെ തുടക്കം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിൽ വേൾഡ് കോം എന്ന് പറയുന്ന കമ്പനി അത് സ്റ്റാർട്ട് ചെയ്തത് 1984 1984 മിസിസിപ്പി എന്ന് പറയുന്നത് ഒരു വലിയൊരു സിറ്റിയാണെന്ന് നിങ്ങൾക്കറിയാം. അമേരിക്കയിലെ വലിയൊരു സിറ്റിയാണ്. ആ സിറ്റിയിലാണ് ആരംഭിച്ചത് വേൾഡ് കോം എന്ന് പറയുന്ന ലോങ് ഡിസ്റ്റൻസ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് ലോങ് ഡിസ്റ്റൻസിലേക്ക് ടെലികമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന തരത്തിൽ, അതും ഡിസ്കൗണ്ടഡ് റേറ്റിൽ സാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു സംരംഭത്തിനാണ് വേൾഡ് കോം തുടക്കം കുറിച്ചത്. അതിൻ്റെ പ്രാരംഭ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത് ബിൽ ഫീൽഡ്സ് എന്ന് പറയുന്ന ആളായിരുന്നു. പിന്നീട് ബെർണാഡ് എബേഴ്സ് എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ CEO ആയിട്ട് 1985 സ്ഥാനം നേടിയത്. പിന്നീട് അങ്ങോട്ട് അവിടെ ഉണ്ടായത് ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ അക്കൗണ്ടിങ്
സ്കാൻഡലുകളായിരുന്നു എന്ന് പറയാതെ യാതൊരു നിവൃത്തിയില്ല. നമുക്കറിയാം 2000 ആണ്ടിന് തൊട്ട് മുന്നോടിയായിട്ട് ടെക് ഫീൽഡിൽ ടെക് ബൂം എന്ന് പറയുന്നൊരു വിശേഷ സന്ദർഭമായിരുന്നു. അല്ലെങ്കിൽ പ്രത്യേകിച്ചും ടെക്നിക്കൽ ഫീൽഡിൽ IT ഫീൽഡിൽ പ്രത്യേകിച്ചും ഉണ്ടായൊരു ബൂം പീരീഡ്. ആ ബൂം പീരീഡിൻ്റെ ഒരു അവസാന കാലഘട്ടമായിരുന്നു ഏകദേശം 2004-2005 കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ വന്നപ്പോൾ ആ ഒരു ബൂം പീരീഡിൻ്റെ ഏകദേശം അവസാനിക്കാറായതോടുകൂടി വേൾഡ് കോമിലെ ഡയറക്ടർ ബോർഡിന് ഏകദേശം മനസ്സിലായി തുടങ്ങി ഇതിൻ്റെ പോക്ക് വലിയ കാര്യമായിട്ടുള്ള നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അതേസമയം CEO ആയിരുന്ന നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് ബേണി എബേഴ്സ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പ്രശ്നങ്ങൾ അക്കൗണ്ടിങ് പ്രോസസ്സിൽ ഒരുപാട് കുത്തിത്തിരിപ്പുകൾ, ഒരുപാട് തിരിമറികൾ അദ്ദേഹത്തിൻ്റെ ആ CEO കാലഘട്ടം മുഴുവനും ഏകദേശം കുറച്ച് കാലത്തോളം CEO ആയിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു അദ്ദേഹം. ആ കാലഘട്ടം മുഴുവനും അക്കൗണ്ടിങ്ങിൽ തിരിമറികൾ നടത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അതിൻ്റെ ഒരു പര്യവസാനം എന്നോണം ഒരു 25 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് അദ്ദേഹം വിധിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അത് എത്രമാത്രം അക്കൗണ്ടിൽ പ്രശ്നങ്ങൾ വരുത്തി എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ 1999 നമ്മുടെ വേൾഡ് കോമിൻ്റെ റവന്യൂ ഗ്രോത്ത് പതുക്കെ ഇങ്ങനെ കുറഞ്ഞു വരികയും അത് സ്റ്റോക്ക് പ്രൈസ്, വേൾഡ് കോമിൻ്റെ സ്റ്റോക്ക് പ്രൈസ്, അതിൻ്റെ ഷെയർ പ്രൈസ് പതുക്കെ ഫോളോ ചെയ്യാനും തുടങ്ങി. 1999 ഏകദേശം ആ ബൂം പീരീഡിൻ്റെ അവസാനത്തോടു കൂടി എക്സ്പെൻസസ് കൂടി. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $500 ബില്യൺ എക്സ്പെൻസ്. അത് വെറുതെ ഒരു ജേണൽ എൻട്രി എഴുതി, അതേസമയം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ അതിന് പേര് പറഞ്ഞത് നരേഷൻ കൊടുത്തപ്പോൾ അതിൽ എക്സ്പെൻസുകൾ കമ്പ്യൂട്ടർ എക്സ്പെൻസസ് എന്നുള്ള ഒരു ബ്രീഫ് ഐഡിയ മാത്രമാണ് അവിടെ കൊടുത്തിരുന്നത്. അതേസമയം അതിനെ ഓഡിറ്റേഴ്സ് വന്ന് ചോദിച്ച സമയത്തും അതോടൊപ്പം തന്നെ SECയുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്തും അതിനോടനുബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും കൈമാറാനായിട്ട് വേൾഡ് കോമിന് സാധിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. വേൾഡ് കോം ഇൻഫ്ലേറ്റഡ് നെറ്റ് ഇൻകം ആൻഡ് ക്യാഷ് ഫ്ലോ ബൈ റെക്കോർഡിംഗ് എക്സ്പെൻസസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. എക്സ്പെൻസസ് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് പ്രോഫിറ്റിനെ ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതായത് എക്സ്പെൻസുകളെ മൊത്തം ഇൻവെസ്റ്റ്മെൻ്റായിട്ട് എടുത്തിട്ട്, എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔട്ട്റൈറ്റ് എക്സ്പെൻസുകളല്ലാതെ ആ എക്സ്പെൻസുകളെ മൊത്തമായിട്ട് എന്തായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻ്റായിട്ട് പരിഗണിച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു? പ്രോഫിറ്റ് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അവരുടെ കുറച്ച് കാലത്തേക്കെങ്കിലും അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെന്ത് ചെയ്തത്, അവർക്ക് സാധിച്ചത്. ബൈ ക്യാപിറ്റലൈസിങ് എക്സ്പെൻസസ് ഇറ്റ് എക്സാജറേറ്റഡ് പ്രോഫിറ്റ്സ് ബൈ അറൗണ്ട് $3 മില്യൺ. ഏകദേശം $3 ബില്യൺ വരെ പ്രോഫിറ്റ് അവർക്ക് എന്ത് ചെയ്ത് കാണിക്കാൻ പറ്റി? എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇനി ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം SEC എന്ന് നമ്മൾ പറഞ്ഞു, SEC മുമ്പ് പഠിച്ച കമ്പനികളിലെല്ലാം തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് SEC ആണെന്ന് നമ്മൾ കണ്ടിരുന്നു. SECയുടെ റിക്വസ്റ്റ് പ്രകാരം കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ അവർക്കത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഈ ഇൻവെസ്റ്റ്മെൻറ്റിനോടനുബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, കമ്പ്യൂട്ടർ എക്സ്പെൻസുകളോടനുബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, ഇതൊക്കെ വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത സമയത്ത് അവർക്കൊന്നും തന്നെ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനുണ്ടായിരുന്നില്ല, കൊടുക്കാനുണ്ടായിരുന്നില്ല. ദ SEC വാസ് സസ്പീഷ്യസ് ബിക്കോസ് while WorldCom was making so much profit, all other telecom companies were losing their money. WorldCom മാത്രം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പ്രോഫിറ്റബിൾ ആണ് എന്ന് പറഞ്ഞു വരിക. അതേസമയം അതുപോലുള്ള ബാക്കി എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനികളും നാമാവശേഷമായി തീരുന്ന ഒരവസ്ഥയാണ്
ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അത് തീർച്ചയായിട്ടും ആരിൽ സംശയം ജനിപ്പിച്ചു? CCയിൽ സംശയം ജനിപ്പിച്ചു. ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ടേൺഡ് അപ്പ് ദ ബില്യൺസ് വേൾഡ് കോം ഹാഡ് അനൗൺസ്ഡ് as capital expenditure as well as $500 million ഈസ് അൺഡോക്യുമെൻറ്റഡ് കമ്പ്യൂട്ടർ എക്സ്പെൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞ $500 million ഒരു അക്കൗണ്ടും ഇല്ലാത്ത കമ്പ്യൂട്ടർ എക്സ്പെൻസുകൾ അവിടെ ഉണ്ടായി. ആൻഡ് ദർ വാസ് ഓൾസോ അനദർ $2 billion ഇൻ ക്വസ്റ്റ്യനബിൾ എൻട്രീസ്. ആൻഡ് വേറൊരു $2 million എന്താ പറയുക, സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാനും സാധിച്ചു, കാണാനായിട്ട് സാധിച്ചു. ബട്ട് ഇറ്റ് കുഡ് നോട്ട് പ്രൊഡ്യൂസ് ദം. ദ കൺട്രോളർ അഡ്മിറ്റഡ് ടു ദ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ദാറ്റ് ദേ വെറിൻറ്റ് ഫോളോയിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. കൺട്രോളർ എന്ത് ചെയ്തു? സമ്മതിച്ചു കൊടുത്തു. SECയുടെ മുമ്പാകെ അവർ സമ്മതിച്ചു, കുറ്റസമ്മതം നടത്തി. അവർ എന്ത് ഫോളോ ചെയ്തിരുന്നില്ല? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അവർ ഫോളോ ചെയ്തിരുന്നില്ല. ആൻഡ് ദേ അഡ്മിറ്റഡ് ഇൻഫ്ലേറ്റിംഗ് ഇറ്റ്സ് പ്രോഫിറ്റ് ബൈ $3.8 billion ഓവർ ദ പ്രീവിയസ് 5 quarters. മുമ്പത്തെ ഒരു 5 ക്വാർട്ടറുകളിലായിട്ട് ഏകദേശം $3.8 billion പ്രോഫിറ്റ് അവർ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചു എന്ന് അവരെന്ത് ചെയ്തു? സമ്മതിച്ച് കൊടുത്തു. ആൻഡ് WorldCom filed for bankruptcy on July 21st, 2002. The company would survive as a going concern when it emerged from bankruptcy in 2003 as MCI. പിന്നീട് ബാങ്ക്രപ്സി കാലഘട്ടം കഴിഞ്ഞതോടുകൂടി വീണ്ടും ഒരു ഗോയിങ് കൺസേൺ ആയിട്ട് ഇത് എന്ത് ചെയ്തു? ചെയ്യുന്നുണ്ട്, പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വേൾഡ് ഫേമസ് ആയി തീരാനായിട്ട് അതിനെന്ത് ചെയ്യുന്നില്ല, സാധിച്ചിട്ടില്ല. സോ അപ്പോൾ അവിടെ നടന്ന ആ ഒരു അക്കൗണ്ടിങ് തിരിമറിയെ കുറിച്ചിട്ടാണ്. ഇതിന് ശേഷമാണ് 25 വർഷത്തേക്ക് നമ്മുടെ ബേണി എബേഴ്സ് എന്ന് പറയുന്ന CEO എന്ത് ചെയ്തത്? പണിഷ് ചെയ്തത്. 25 വർഷത്തേക്ക് ഇംപ്രിസൺമെൻ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? വിധിച്ചിട്ടുള്ളത്. സോ ദാറ്റ്സ് എ കേസ് ഓഫ് WorldCom. അതാണ് WorldCom എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനിയുടെ കാര്യം പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം ഉണ്ടായത്? എന്തായിരുന്നു അവിടുത്തെ കുഴപ്പം? നമ്മുടെ സബ്ജക്റ്റിലേക്ക് തന്നെ, നമ്മുടെ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യത്തിലേക്ക് തന്നെയാണ് അതെന്ത് ചെയ്യുന്നത്? വിരൽ ചൂണ്ടുന്നത്, അല്ലേ? കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അപര്യാപ്തത, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ശരിയായ രീതിയിൽ ഫോളോ ചെയ്യാത്തതിൻ്റെ അഭാവം, അല്ലേ? എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസുകളുടെ കുറവ്, ഇതൊക്കെയാണ്, അല്ലേ? പ്രോഫിറ്റ് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി, കൺസ്യൂമേഴ്സിനെ എന്താ പറയുക, തീർത്തും അവരെ അവഗണിക്കുന്ന രീതിയിൽ, മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വേണ്ടത്ര യാതൊരു പരിഗണനയും കൊടുക്കാതെ ഒക്കെയാണ് ഈ ഒരു രീതിയിൽ, പ്രത്യേകിച്ചും ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസ്, അല്ലേ? ഈ ഒരു പ്രോഫിറ്റബിലിറ്റി കണ്ടിട്ടൊക്കെയാണ് അവർ ഷെയർസ് വാങ്ങിക്കൂട്ടുന്നതും അതിനനുസരിച്ച് ട്രേഡിങ് നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഡിഫ്രോഡ് ചെയ്യുന്നത് തുല്യമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറയുന്നത്, ചെയ്യുക എന്ന് പറയുന്നത്. എക്സ്പെൻസുകളെ മൊത്തമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് പരിഗണിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ അതിൻ്റെ പിന്നിലുള്ള ഒരു എന്താ പറയുക, കറുത്ത മനസ്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഡയറക്ടർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വലിയ വീഴ്ചയാണ് ഇതിന് കാരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അമേരിക്കൻ കമ്പനി കൂടി തകർന്നടിഞ്ഞതാണ് 2000 ആണ്ടിൽ നമ്മൾ എന്ത് ചെയ്തത്, കണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഒരു സംഭവം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് WorldCom. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു കമ്പനിയെ കുറിച്ചിട്ടാണ്. കമ്പനിയുടെ പേരാണ് ടൈക്കോ ഇൻ്റർനാഷണൽ. Again, an American company, and it was situated in an American state, മസാച്യുസെറ്റ്സ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയിലാണ് ഇത് ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടത്. ടൈക്കോ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടത് 100ഓളം രാജ്യങ്ങളിൽ
എന്താ പറയുക ബിസിനസ് നടത്തുന്ന ആയിരുന്നു ടൈക്കോ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. പലതരം ബിസിനസ്സുകൾ അത് ബിസിനസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം പ്രോഡക്ട്സുകൾ അത് ഉണ്ടാക്കിയിരുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും അണ്ടർ വാട്ടർ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഫയർ പ്രൊട്ടക്ഷൻ, പ്ലാസ്റ്റിക് അഡസീവ്സ്, ഇലക്ട്രോണിക് സെക്യൂരിറ്റി സർവീസസ്, സ്പെഷ്യാലിറ്റി വാൾവ്സ്, അതോടൊപ്പം തന്നെ ഡിസ്പോസിബിൾ മെഡിക്കൽ പ്രോഡക്ട്സ് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വെറൈറ്റിയാണ്, അവർക്ക് വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആണ് അവർ. ഇപ്പോൾ എന്താ പറയുക ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് അവരുണ്ട്, മെഡിക്കൽ രംഗത്ത് അവരുണ്ട് അല്ലേ. അതോടൊപ്പം തന്നെ അഡസീവ്സ് അതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസും അവർ ഒരേ സമയം തന്നെ എന്ത് ചെയ്തിരുന്നു, ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഫോം ചെയ്തത് 1960 ആർതർ റോസൻബർഗ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് മസാച്യുസെറ്റ്സിൽ ഫോം ചെയ്തത്. മസാച്യുസെറ്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു അമേരിക്കയിലൊരു സ്റ്റേറ്റിൻ്റെ ആദ്യം ഫോം ചെയ്തിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഒന്നാണ് മസാച്യുസെറ്റ്സ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റിലാണ് എന്ത് ഫോം ചെയ്തത്, ഈ ടൈക്കോ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി ഫോം ചെയ്യപ്പെട്ടത്. ആൻഡ് ഈ കമ്പനിയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും പേരെടുത്ത് പറയേണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെന്നിസ് കോസ്ലോവ്സ്കി എന്ന് പറയുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ടൈക്കോ ഇൻ്റർനാഷണലിനെ ബാങ്ക്രപ്സിയിലേക്ക് വഴിവെച്ചത്, അല്ലെങ്കിൽ ബാങ്ക്രപ്സിയിലേക്ക് നയിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം. അതിൽ ഡെനിസ് കോസ്ലോവ്സ്കിയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും, അതായത് വളരെ ക്രൂവലായിട്ട് വളരെ സ്വാർത്ഥപരമായിട്ട് മാത്രം പെരുമാറിയിരുന്ന കോസ്ലോവ്സ്കിയും അദ്ദേഹത്തിൻ്റെ കുറച്ചു മാത്രം ഫ്രണ്ട്സും ആണ് അക്കൗണ്ടിലും മറ്റും നടത്തിയ തിരിമറികളിലൂടെ ടൈക്കോ ഇൻ്റർനാഷണലിനെ ബാങ്ക്രപ്സി എന്ന് പറയുന്ന വലിയൊരു മോശം അവസ്ഥയിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേസമയം കോസ്ലോവ്സ്കി ഒരുപാട് പൊസിഷനുകളിൽ ഇരുന്നിട്ടുണ്ട്. ടൈക്കോ ഇൻ്റർനാഷണലിന് തന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായും കമ്പനിയുടെ പ്രസിഡൻ്റായും ഒക്കെ പ്രവർത്തിക്കാനായിട്ടുള്ളൊരു അവസരം ആർക്ക് സിദ്ധിച്ചിട്ടുണ്ട്, കോസ്ലോവ്സ്കി ഉണ്ടായിട്ടുണ്ട്. അതേസമയം അദ്ദേഹത്തിൻ്റെ വളരെ എന്താ പറയുക കുബുദ്ധി എന്നൊക്കെ നമ്മൾ പറയും, അതിനോടനുബന്ധിച്ച് അങ്ങനെയുള്ളൊരു ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് തന്നെ ഡയറക്ടർ ബോർഡിലുള്ള കുറച്ച് മാത്രം ആൾക്കാരെ അയാളുടെ പക്ഷത്തിൽ ചേർക്കുകയും അയാൾ ഫ്രണ്ട്സ് എന്നുള്ള വാക്കാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, ഫ്രണ്ട്സായിട്ട് സെലക്ട് ചെയ്യുകയും എന്നിട്ട് കുറേയധികം പ്രശ്നങ്ങൾ കമ്പനിക്കുള്ളിൽ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അവിടെ അതിൽ ഏകദേശം ഒരു $170 മില്യൺ ഒരു തിരിമറി, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു സ്റ്റീലിംഗ്, ഒരു കളവ്, നേരിട്ടുള്ളൊരു കളവ് എവിടെ നിന്ന് നടത്തിയെന്നാണ് പറയണത്, കമ്പനിയുടെ അക്കൗണ്ട്സിൽ നിന്ന് നടത്തിയെന്ന്. മാത്രമല്ല അദ്ദേഹം CEO ആയിരുന്ന സമയത്ത് ഏകദേശം 40ഓളം മേജറായിട്ടുള്ള അക്യൂസിഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അക്യൂസിഷനുകളും അതോടൊപ്പം തന്നെ കുറേയധികം ചെറുവക അക്യൂസിഷനുകളും നടത്തിയിട്ടുണ്ട്. ഈ അക്യൂസിഷനുകളിലൂടെയാണ് മെയിനായിട്ടുള്ള തിരിമറികൾ നടത്തിയിട്ടുള്ളത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ വേൾഡ് കോമിൻ്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ അവിടെ അത്രയും എന്താ പറയുക പ്രശ്നങ്ങൾ അവിടെ ശരിക്കും പറഞ്ഞാൽ വരുത്തിയിട്ടില്ല. അതായത് വേൾഡ് കോമിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റാന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആൾക്കാരെ കൊണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ചും കൂടി നമുക്ക് നിസ്സാരമെന്ന് കാണാവുന്ന ചില പ്രശ്നങ്ങളാണ്. അതേസമയം ടൈക്കോ ഇൻ്റർനാഷണലിൽ പൈസ പറ്റിച്ചെടുക്കാൻ വേണ്ടി തന്നെ കോസ്ലോവ്സ്കിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും ഒരുപാട് അക്യൂസിഷനുകൾ നടത്തി എന്നുള്ളതാണ് അവിടെ പറയാനായിട്ട് നമുക്ക് സാധിക്കുക. ദ ചീഫ് ഫിനാൻസ് ഓഫീസർ ഓഫ് ടൈക്കോ were alleged for stealing $170 million from the company and fraudulently selling an additional $430 million in stock options.
And Konslavsky and few Tyco's board of directors also has been accused in embezzling of Tyco fund for their private use and were cited for conflict of interest issues. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൂൾ നമ്മൾ നേരത്തെ അമേരിക്കയിൽ നിലനിൽക്കുന്ന ഒരു റൂളാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൂള്. ഒരു കമ്പനിയുടെ ഡയറക്ടർ വേറൊരു കമ്പനിയുടെ ഡയറക്ടറുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ആ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള റൂള്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഡയറക്ടർഷിപ്സ് വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രം അലോട്ട് ചെയ്ത് പോന്നിരുന്ന ഒരു സമയം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കോൺസ്ലാവ്സ്കിയും അദ്ദേഹത്തിൻ്റെ അപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ സ്റ്റോക്ക് തന്നെ നിരവധി വേറെ കമ്പനികളുടെ പേരിലൊക്കെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, വിൽക്കാനായിട്ട് തുടങ്ങി. മാത്രമല്ല കമ്പനിയുടെ തന്നെ $170 മില്യൺ എന്ത് ചെയ്തു, അത് ഡയറക്റ്റായിട്ട് പറ്റിച്ച് എടുത്തു. അതോടൊപ്പം തന്നെ എന്താ പറയുക, പ്രൈവറ്റ് യൂസിന് വേണ്ടി, പ്രൈവറ്റായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനേകം എന്താ പറയുക മില്യൺ കണക്കിന് പൈസ എന്തിൻ്റെ യൂസ് ചെയ്തു, ടൈക്കോ ഇൻ്റർനാഷണലിൻ്റെ യൂസ് ചെയ്തു. തീർച്ചയായിട്ടും അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കേസ് ചുമത്തി അതും കൂടിയിട്ടാണ് അവരുടെ പേരിൽ ചുമത്തിയിട്ടുള്ള കേസ്. ആൻഡ് ഇതോടുകൂടി ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്കാൻഡൽസ് പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി ദ ഷെയർസ് വെർ വാല്യൂ ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി ആൻഡ് മെയ്ഡ് ദ വർക്കേഴ്സ് ബ്രെത്ത്ലെസ്. ടൈക്കോൻ്റെ ഷെയറിൻ്റെ വാല്യൂ ക്രമാതീതമായിട്ട് കുറയാനായിട്ട് എന്ത് ചെയ്തു, കാരണമായി. ആൻഡ് ഡ്യൂറിങ് ദ ഇയേഴ്സ് 2002 and 2003 two cases were brought towards Kozlowski along with the CFO for Tyco, Mark H. Swartz. കോസ്ലോവ്സ്കിയുടെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സമയത്ത് CFO ആയിട്ട് പ്രവർത്തിച്ചിരുന്ന മാർക്ക് എച്ച് സ്വാർട്സ് എന്ന് പറയുന്ന ആളെയും കൂടിയിട്ടാണ്, രണ്ടുപേരെയും കൂടി പ്രതി ചേർത്തിട്ടാണ് കേസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫയൽ ചെയ്തിട്ടുള്ളത്. ദ റിസൾട്ട്സ് കെയിം ഔട്ട് ഇൻ 2005 and Kozlowski and Swartz were convicted for conspiracy, securities fraud and falsifying business records. രണ്ടുപേർക്കും എന്തൊക്കെ കുറ്റങ്ങളാണ് കിട്ടിയത്? കോൺസ്പിറസി, അതോടൊപ്പം തന്നെ സെക്യൂരിറ്റീസ് ഫ്രോഡ്, ബിസിനസ് റെക്കോർഡ് ഫാൾസിഫൈ. സെക്യൂരിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞു, ഏകദേശം ഒരു $430 ബില്യൺ സ്റ്റോക്ക് വിൽക്കാനായിട്ട് ഇവർ കാരണക്കാരായി. അതോടൊപ്പം തന്നെ റെക്കോർഡ്സ് അതിൽ തിരിമറികൾ നടത്തി, ഫാൾസിഫൈ ചെയ്തു, കോൺസ്പിറസി നടത്തി. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറ്റങ്ങളായിട്ട് ഈ രണ്ട് പേരുടെയും മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ടൈക്കോസ് കോർപ്പറേറ്റ് സ്കാൻഡൽ ഫോക്കസസ് ഓൺ ദ പ്രോബ്ലം ഓഫ് അൺഎത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്. അൺഎത്തിക്കലായിട്ടുള്ള ബിസിനസ് പ്രാക്ടീസ് അല്ലേ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി കമ്പനിയുടെ താല്പര്യം ഒരു കണിക പോലും വകവയ്ക്കാതെ പ്രവർത്തിച്ചതിൻ്റെ തെളിവാണ് ടൈക്കോ ഇൻ്റർനാഷണൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കാണാനായിട്ട് സാധിക്കുക. ടൈക്കോ വാസ് എ ലാർജ് ഓർഗനൈസേഷൻ ആൻഡ് ഗ്രൂ ത്രൂ numerous accusations, and Tyco's case shows the problem was unethical business practice of a number of its top ranking officers, especially CEO Kozlowski. Kozlowski ആണ് അവിടുത്തെ മെയിൻ ഇതായിട്ട് വരുന്നത്. ആൻഡ് വാസ് ഇൻവോൾവ്ഡ് ഇൻ ന്യൂമറസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് in unethical transactions and other Tyco officers and lower ranking employees to cover up for Kozlowski's illegal financial transactions. കോൺസ്ലോവ്സ്കി ഒപ്പം മറ്റുള്ള ആൾക്കാരും, പ്രത്യേകിച്ചും ഏറ്റവും ലോവറായിട്ടുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് വരെ കോസ്ലോവ്സ്കിയുടെ പ്രവർത്തനങ്ങൾ മൂടി വയ്ക്കാനായിട്ട് പലപ്പോഴും നിർബന്ധിതരാവുകയാണ് ചെയ്തത്. And even got outsiders involved in the problem when his second wife received money diverted from the firm. ഈവൻ പുറമെയുള്ള ആൾക്കാർ വരെ ഇൻവോൾവ് ചെയ്യപ്പെടുന്ന ഒരു കേസ്. കാരണം അത്രമാത്രം അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, യൂസ് ചെയ്തു. ഈവൻ സെക്കൻഡ് വൈഫിന് വരെ അദ്ദേഹം കമ്പനിയുടെ പൈസയാണ് എടുത്ത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു കേസ് എങ്ങനെ ഇത്രമാത്രം തിരിമറികൾ കമ്പനിക്കുള്ളിൽ നടക്കുന്നുണ്ടെന്ന് ബോധ്യമായത് ഏകദേശം 2002 അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിൻ്റെ ഉള്ളിലുള്ള ചില ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സിനെതിരെ എന്ത് കൊടുത്തപ്പോഴാണ്? പരാതി കൊടുത്തപ്പോഴാണ്. അപ്പം അങ്ങനെ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എന്ത് ചെയ്തത്? വന്നത്. ആൻഡ് ഇൻ 2006 SEC has filed a complaint alleging that Tyco violated the law of federal securities by engaging in several improper practices. പല പ്രാക്ടീസുകളിൽ, പല ഇംപ്രോപ്പർ പ്രാക്ടീസുകളിൽ ടൈക്കോ ഇൻ്റർനാഷണലിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള തെളിവ് 2006 സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷന് ലഭിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ് not only that, but Tyco also misled investors by hiding considerable party transactions and excessive count. Party transactions എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു മെമ്പർക്ക്, ഒരു ഡയറക്ടർക്ക് ഒരു വലിയൊരു എമൗണ്ട് എന്ത് കൊടുക്കുക? കടമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അയാളിൽ നിന്ന് വലിയൊരു തുക നമ്മൾ ഡെപ്പോസിറ്റായിട്ട് വാങ്ങിക്കുക. ഇതൊക്കെ പാർട്ടി ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പം അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും പലപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചിട്ടില്ല? ടൈക്കോ ഇൻ്റർനാഷണലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് SEC കണ്ടുപിടിച്ചത്. അപ്പം അങ്ങനെ ഒരുപാട്, ഇപ്പോൾ ടൈക്കോ ഇൻ്റർനാഷണലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിരിമറികൾ അവിടെ നടന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അവസാനം ടൈക്കോ ഇൻ്റർനാഷണൽ എന്തിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്? ബാങ്ക്രപ്സിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്ന സംഭവം. സോ ഇതും അണെത്തിക്കൽ പ്രാക്ടീസുകളുടെ ഒരു കൂട്ടം അണെത്തിക്കൽ പ്രാക്ടീസ് നടന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായത്, ടൈക്കോ ഇൻ്റർനാഷണൽ ഉണ്ടായത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതുതന്നെയാണ് വേൾഡ് കോമിലും സംഭവിച്ചത്. പക്ഷേ ഇത്രമാത്രം രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നില്ല വേൾഡ് കോമിൽ. എങ്കിലും രണ്ടിലും ആ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അഭാവവും അണെത്തിക്കൽ പ്രാക്ടീസുകളുടെ ഒരു നീണ്ട നിരയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക. സോ അപ്പോൾ അങ്ങനെ 4 കമ്പനികൾ, 4ഉം അമേരിക്കൻ കമ്പനീസാണ് നമ്മൾ പഠിച്ചു തീർത്തത്. എൻറോൺ ആയാലും അതോടൊപ്പം തന്നെ ലഹ്മാൻ ബ്രദേഴ്സ് ആയാലും, ഇപ്പോൾ നമ്മൾ പഠിച്ച വേൾഡ് കോം ആയാലും, ഇപ്പോഴത്തെ ടൈക്കോ ഇൻ്റർനാഷണൽ ആയാലും 4 അമേരിക്കൻ കമ്പനീസിലും അത്യാവശ്യം ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആ ഒരു ഇനാക്ട്മെൻറ്റിലേക്ക് വഴിതെളിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രമാത്രം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഇനി 2 കമ്പനീസിൻ്റെ കേസും കൂടി അവിടെ പറയുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് എന്ത് ചെയ്യാം, പോകാം. ഓക്കെ, താങ്ക് യു.